ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമാണ്. അപ്പോൾ താലിക പോകാനായിട്ട് ഒരുങ്ങിയാണ് കേട്ടോ. അതാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഉമ്മച്ചിയുടെ ആണ്ടാണ് നാളെ, അതിൻ്റെ തലേദിവസമാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയാം. താലിക പോയതിന് ശേഷം എനിക്ക് ഒരുപാട് പ്രിപ്പയർഡ് ചെയ്ത് വെക്കാനുണ്ട്. നാളെ ഉമ്മച്ചിയുടെ ആണ്ടാണ്. തലേ ദിവസം കുറച്ച് കാര്യങ്ങൾ ഞാൻ അപ്ലോഡാക്കുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് പിറ്റേ ദിവസം നാളെയാണ് ആണ്ട്. അന്ന് പൂറ പോകുക കേട്ടോ. അവൾ വർത്താനം പറയുമായിരുന്നു. അവൾ ചുരിദാറിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. അവൾ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ അണ്ണാങ്കുഞ്ഞിനെയും കളിപ്പിച്ച് ഇതിലിരിക്കുമ്പോൾ നെസി കുളിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി വന്നു. അങ്ങനെ പിന്നെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ വിശക്കണേന് ഞങ്ങൾ ഉച്ചയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുട്ട തക്കാളി ഇട്ട് ചിക്കി റെഡിയാക്കി ഞാൻ കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കഴിക്കുകയാണ്. അവൾ കുറച്ച് കഴിഞ്ഞാണ് ഇനി പോകുള്ളൂ. അപ്പോൾ നസീം ഞാനും ഒന്നിച്ചാണ് കഴിക്കുന്നത്. കഴിച്ച് നസി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ടാണ് ഇനി പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ്. കഴിച്ചു. നസി അവിടെ കിടന്നു, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഗായ്സ്, എന്നെ നിങ്ങൾ കാണുന്നില്ലേ? ഞാനിവിടെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. അവളവിടെ കിടന്നു, ഉച്ചയായല്ലോ. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കളിയാക്കുകയാണ്. അവൾ കിടക്കുന്നില്ല എന്നും പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. വൈകിട്ടായപ്പോൾ ഞാൻ ചായ വയ്ക്കാനായിട്ട് കയറി. കാരണം പാനിപൂരി തയ്യാറാക്കണമെന്ന് ഇക്ക പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇത് കട്ടൻ ചായ കേട്ടോ. പിന്നെ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മുട്ടയും തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ പാനിപൂരി ഉണ്ടാക്കാൻ എണ്ണ വെച്ച് ചൂടായപ്പോൾ പാനിപൂരി ഇട്ട് കൊടുത്തു. പൂരി തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ പൊട്ടറ്റ അങ്ങനെയുള്ള ഐറ്റം അതൊക്കെ ഞാൻ ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല എന്നുള്ളൂ. നമ്മൾ സാധാരണ മസാല ദോശയ്ക്കൊക്കെ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കിഴങ്ങ് വേവിച്ചതിന് ശേഷം സവാളയും പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് മല്ലിയിലയൊക്കെ ഇട്ട് അത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മസാല അതിൻ്റെ അകത്ത് നിറയ്ക്കാൻ. പിന്നെ നമ്മൾ ഒരു ജ്യൂസും തയ്യാറാക്കണം. ഞാൻ ഉണ്ടാക്കിയത് മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇട്ട് ഞാൻ പുളിയൊക്കെ ഇട്ടിട്ടൊരു പുളിവെള്ളം ഉണ്ടാക്കണം. അത് പാനിപൂരിക്ക് നിർബന്ധമാണ്. ആ മസാല നിറച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കണം. മുട്ട ബജിയും അടിപൊളിയായിരുന്നു. ഇത് ഞാൻ ഇക്ക വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടി ഇക്കാക്ക് പറഞ്ഞിട്ട് ഞാൻ തയ്യാറാക്കണേ കേട്ടോ. നെസിക്ക് മുട്ട ബജി കൊടുത്തു. അവൾക്ക് പാനിപൂരി വേണ്ടെന്ന് പറഞ്ഞു. മുട്ട ബജിയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റായിരുന്നു. മുട്ട ബജിയും പാനിപൂരിയും. അത് അവിടെ മുട്ട ബജി തയ്യാറാക്കി വെച്ചാൽ ഇനി ഇതിലേക്ക് നിറയ്ക്കാനുള്ള ഐറ്റമാണ് ഞാൻ നിറച്ച് അതിനുള്ള പുളിവെള്ളവും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താലിക കഴിച്ചപ്പോൾ താലിക പറഞ്ഞു അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞു, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു. ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ തയ്യാറാക്കിയത് പാനിപൂരി. ഞാൻ അത്രയാണ് തയ്യാറാക്കിയുള്ളൂ. കാരണം എനിക്കത് വേണ്ട, താലികാക്ക് വേണ്ടിയിട്ടാണ് ഞാനത് തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഇക്ക വന്നു, ഞങ്ങൾ രണ്ടുപേരും ചായ കഴിക്കുവാണ്. സോസ് കൂട്ടി മുട്ട ബജി കഴിക്കുകയാണ് കേട്ടോ. അതാണ് താലിക ഞാൻ തയ്യാറാക്കിയ ഇത് പാനിപൂരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി കൊടുക്കണം താലികാക്ക്. വൈകിട്ട് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്കും എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളത് അറിഞ്ഞു കണ്ട് നമ്മൾ എന്തെങ്കിലും തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇക്കായും ഞാനും കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആണ്ടിൻ്റെ തലേദിവസം രാത്രിയിലത്തെ വീഡിയോ ആണിത്. ഇക്ക ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി കുറേ ഐറ്റങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് ഇക്ക ചുമ്മാ ഒരു പാക്കറ്റ് കുറിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. രാത്രിയാണിത്.
ഒക്കെ ലൈവ് ഇടാനൊക്കെ പോകുന്ന സമയത്തോട് അനുബന്ധിച്ചിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ നാളെ രാവിലെ മുതലുള്ളത് ഇത് ഉമ്മച്ചിയുടെ ആണ്ട് ദിവസം പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ആങ്ങള ആണ്ടിൻ്റെ കാര്യം പറയാനായിട്ടാണ് വന്നത്, അവരുടെ വീട്ടിലേക്ക് ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് ആങ്ങളെ ഇവിടുന്ന് വന്നിട്ട് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ഷൂട്ടാണ്. അപ്പോൾ അതെ ഞങ്ങളുടെ കവലയ്ക്ക ജംഗ്ഷനിൽ കണ്ട ഒരു ഓണത്തിൻ്റെ ഒരു ബാനർ അടിച്ചിരിക്കണം. ഇവിടെ ഓണത്തിന് അതിഗംഭീരമായ ഓണാഘോഷ പരിപാടികളുണ്ട്. കുറച്ചൊക്കെ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ കറി വയ്ക്കാൻ വന്നു കേട്ടോ. കിച്ചണിൽ മുരിങ്ങക്ക, മാങ്ങ, തക്കാളി എല്ലാം ഇട്ട് താലിക്ക ഉണ്ടല്ലോ, ലീവാണ് താലിക്ക. അപ്പോൾ ഞാൻ കറി വയ്ക്കാൻ വന്നു ഗായ്സ്. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല കറിയാണ്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് തയ്യാറാക്കണതൊക്കെ നമുക്ക് ദുവാ ചെയ്യാതെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബീഫ് വരട്ടുന്നുണ്ട്, ബീഫ് കറിയുണ്ട്, ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ വറക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ വറക്കുന്നുണ്ട്, ബീൻസ് തോരനാക്കുന്നുണ്ട്, ചിക്കനും വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് താലിക ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കറിയിൽ ഒപ്പിച്ച് ഞാൻ കഴിച്ചേനെ. അപ്പോൾ താലിക ലീവ് എടുത്തിരുന്നത് കൊണ്ട് കബറിങ്ങ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ താലികക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കറികൾ നിർബന്ധമാണ്. 3 തരം കറി വേണം. ഞാൻ പിന്നെ കുറച്ച് രസവും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ, രസവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്തു, ഈ കറിയും രസവും എല്ലാം ഉച്ചക്കത്തേക്ക് തയ്യാറാക്കിയതാണ് ഞാൻ. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇക്ക അന്ന് ഉമ്മച്ചിയുടെ ആണ്ടിൻ്റെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇക്കാക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. കറിയൊക്കെ വെച്ചു, മുരിങ്ങക്ക, മാങ്ങ, തക്കാളി ഇട്ട കൂട്ടുകറി, ബീൻസ് തോരൻ, ചിക്കൻ വറുത്തതൊക്കെ കൂട്ടിക്ക ചോറ് കഴിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാനും കഴിച്ചതിന് ശേഷം അപ്പോൾ ഇവിടെ ഞാൻ കിച്ചണിൽ വന്നു. ഇവിടെ ബീഫ് ആദ്യം വരട്ടാനുള്ളതാണ് കേട്ടോ. ഇത് ഇക്കാക്ക് ചാറത്ര താല്പര്യമില്ല, അതുകൊണ്ട് ബീഫിൻ്റെ ഒരുപാട് ആധികാരികമായിട്ട് കാണിക്കുന്നില്ല. അപ്പം ഞാനത് വേവിച്ച് വെച്ചിട്ട് കുറച്ച് മാത്രമാണ്. ഇനി ബീഫ് കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, പത്തിരിയുണ്ട്, പാലപ്പമുണ്ട്, ഇത്രയാണ്. ഇടിയപ്പമുണ്ട് കേട്ടോ. പത്തിരിയും ഇടിയപ്പവും ഞാൻ വാങ്ങിയതാണ്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ഇത്ത ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇത്ത നമ്മൾ ഓർഡർ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് ഓർഡർ ചെയ്തു. പാലപ്പം മാത്രമാണ് ഞാൻ തയ്യാറാക്കുന്നുള്ളൂ ഇവിടെ, കാരണം എനിക്ക് ഒരുപാട് പണികൾ വേറെ ഉണ്ട്. അപ്പോൾ ബീഫ് വരട്ടിയിട്ടോ, ഞാൻ കുറച്ച് വരട്ടി. ഇനി ഇവിടെ ചിക്കൻ അടുപ്പിൽ നമ്മൾ തയ്യാറാക്കുകയാണ്. അരപ്പൊക്കെ കൂട്ടി കുറേ വീഡിയോകൾ സ്ലിപ്പായിപ്പോയി, കാരണം തിരക്ക് പിടിക്കണമാണ്. ഇവിടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൻ്റെ കറി കൂടി തയ്യാറാക്കണം. കുറച്ചാട്ടോ ഞാൻ ബീഫ് കറി വയ്ക്കുന്നുള്ളൂ, കാരണം ചിക്കൻ കറിയുണ്ട്, ബീഫ് കറിയുണ്ട്. പിന്നെ ഞാൻ 2 വീട്ടിലേക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉമ്മച്ചിയുടെ നമ്മൾ ഉജീന പങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ബീഫ് കറി വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വിപുലമായിട്ട് ഒരുപാട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബീഫ് കറി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ചിക്കൻ കറിയാണ് ഞാൻ 2 വീട്ടിലേക്കും കൊടുക്കുന്നത് കേട്ടോ. ഇടിയപ്പവും പത്തിരിയും ചിക്കൻ കറിയും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ ഞങ്ങൾക്കാണ് ഈ ബീഫ് കറിയും ബീഫ് വരട്ടിയതും തയ്യാറാക്കിയേക്കുന്നത്. പുറത്തേക്ക് കൊടുക്കാൻ ചിക്കൻ കറിയാണ് തയ്യാറാക്കിയത്. കഴിച്ചിട്ട് അങ്ങനെ ഉമ്മയുടെ ആണ്ട് ദിവസം ഇക്ക യാസീൻ ഓതാൻ വേണ്ടി അങ്ങനെ ഇപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഇരിക്കുന്നുണ്ട്. താലിക്കായി ഞാനും യാസീൻ ഓതാൻ പോവാണ് കേട്ടോ. യാസീൻ ഓതി നമുക്ക് അടുത്തത് ദുആ ഇറക്കണം. അപ്പോൾ നമുക്ക് ഓതാൻ നോക്കാം, കാരണം മഗ്‌രിബിൻ്റെ സമയമായി ഇപ്പോൾ. അപ്പോൾ യാസി സബീന ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ യാസീൻ ഓതാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം മഗ്‌രിബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മഗ്‌രിബിനാണ് നമ്മൾ യാസീൻ ഓതി നമ്മൾ ദുആ ഇറക്കണത്. നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. 2 വീട്ടിലേക്ക് ഫുഡ് കൊടുക്കാനുണ്ട്, തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ 2 ഫാമിലിയാണ്. അങ്ങോട്ടേക്ക് പത്തിരി ഇടിയപ്പവും ചിക്കൻ കറിയും കൊടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഒജീനം കൊടുത്തു. ഈ വർഷം ഷംല ഇല്ല. മറ്റേ എല്ലാ വർഷവും ഷംല വന്നതായിരുന്നു എൻ്റെ അനിയത്തി. ഈ വർഷം അവളില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെ യാസീൻ ഓതി കഴിഞ്ഞ് ദുആ ഇറക്കാൻ വന്നു. ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുആ ഇറക്കാൻ വരുവാട്ടോ. പാലും പഴവും ഞാൻ തയ്യാറാക്കിയായിരുന്നു. പിന്നെ താലിക്കാക്ക്
ലെമൺ ജ്യൂസ് സോഡ ഒഴിച്ചിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞു. അതും തയ്യാറാക്കി. അലുവ, ഈത്തപ്പഴം, പഴം, ലഡു എല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. 2-3 വീട്ടിലേക്ക് ഫുഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറിയും ഇടിയപ്പവും പത്തിരിയും കൊടുക്കുന്നുണ്ട്. ഇവിടെ ബീഫ് വരട്ടിയതും ബീഫ് കറിയൊക്കെ ഇവിടത്തേക്ക് ശരിയാക്കിയതാണ്. അപ്പോൾ എല്ലാ വർഷവും ഷംല വന്നതാണ് എൻ്റെ അനിയത്തി. ഈ വർഷം അവളില്ല. അതും ഒരു വേദനയാണ്, നമുക്ക് ഒരു വിഷമമാണ്. ഇന്നത്തെ ദിവസം എൻ്റെ പൊന്നുമ്മച്ചിയുടെ ഓർമ്മ ദിവസമാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കഴിക്കുന്നതാണ്. നമ്മുടെ ജന്മം തന്ന മാതാപിതാക്കളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. അവരിന്നും നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ജീവിക്കും. ഒരുപാട് വേദനയോട് കൂടി നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കുകയാണ്. ഇതെൻ്റെ ഉമ്മച്ചിയും വെല്ലുമ്മായും വല്യാപ്പായുമാണ്. ഒരിക്കൽ ഞാൻ ഷംലായുടെ വീട്ടിൽ പോയപ്പോൾ, അവിടെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണിത്. എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഒരു നിമിഷം വേദനയോടെ ഞാൻ അവർക്ക് ഉമ്മം കൊടുക്കുന്ന ഒരു സീനാണ് അതിൽ കാണിക്കുന്നത്. എത്ര പറഞ്ഞാലും തീരില്ലാത്ത ബന്ധം, മുറിച്ചാൽ തീരാത്തതും. അതുപോലെ ജന്മം തന്ന മാതാപിതാക്കൾ നമ്മൾക്ക് എന്നും പ്രിയപ്പെട്ടവരാണ്, അല്ലേ? അപ്പോൾ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഇനി നമുക്ക് യാസീനോദി ദുആയിലേക്ക് പോവുകയാണ്. ഞാനും താലികായും യാസീനോദാൻ പോവുകയാണ്. മണിയാ, അമ്മയുടെ പൊന്നു മണിയനാണോ? അപ്പോൾ മണിയന് ദുആയിരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാം കൊണ്ടേ കൊടുത്തായിരുന്നു കേട്ടോ. അലുവയും ലഡുവും പഴവും ഒക്കെ കൊടുത്തു. ഇപ്പോൾ കൊടുക്കുന്ന ഫുഡാണ്. എന്നും 2 മണി വരെയാണ് മണിയന് ഭക്ഷണം. പക്ഷേ ഇന്ന് ഈ ഒരു കാര്യമായതുകൊണ്ട് വൈകിട്ട് കൊടുക്കുകയാണ്. മണിയൻ അവിടെ കഴിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. നല്ലൊരു ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.